മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ നമുക്ക് പ്രധാനമായും പരിചയം മഹാപണ്ഡിതൻ, കർമ്മശാസ്ത്ര വിശാരദൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പക്ഷേ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിശേഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ആളായിരുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം വലിയ തത്വചിന്തകനായിരുന്നു. ചെറിയ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചും ഒതുക്കിപ്പിടിച്ചും ഒരുപാട് തത്വങ്ങൾ ലോകവുമായി പങ്കുവച്ച ഒരു മഹാചിന്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇൽമിനെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് പങ്കുവച്ച ഒരു ചെറിയ ചിന്ത പറയാം. അദ്ദേഹം പറയുന്നത്, അറിവ് 4 ഭാഗങ്ങളാണ്. ഒരു 4-1, രണ്ടാമത്തെ 4-1, മൂന്നാമത്തെ 4-1, നാലാമത്തെയും അവസാനത്തെയും 4-1 എന്ന ക്രമത്തിലുള്ള 4 ഭാഗങ്ങൾ. ഒന്നാമത്തെ 4-1 ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ ധരിക്കും, ഞാൻ ഈ ലോകത്തെ എല്ലാ അറിവും നേടിക്കഴിഞ്ഞു എന്ന്. രണ്ടാമത്തെ 4-1 എത്തിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് പറയും, ഇല്ല, കുറേയൊക്കെ ഇനിയും പഠിക്കാനുണ്ട് എന്ന്. മൂന്നാമത്തെ 4-1 എത്തിക്കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഇതുവരെയും പഠിച്ചതിനേക്കാൾ എത്രയോ അധികമാണ് ഇനി പഠിക്കാനുള്ളത്. നാലാമത്തെയും അവസാനത്തെയും 4-1 എത്തിച്ചേർന്നാലോ അയാൾ ശരിക്കും തിരിച്ചറിയും, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന്. ഇൽമ് അങ്ങനെയാണ്, അദ്ദേഹം പറയുന്നു. ആദ്യത്തെ 4-1 എത്തുന്ന വ്യക്തി സത്യത്തിൽ ഇൽമ് എന്ന ലോകത്തിൻ്റെ വാതിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, അതൊന്നും അറിയാത്തയാളാണ് അയാൾ. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇൽമ്, ഇത്ര മാത്രമേ ഇൽമുള്ളൂ എന്നയാൾ കരുതുകയാണ്. രണ്ടാമത്തെ 4-എത്തുന്ന വ്യക്തി വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അയാൾ ഒരുപാട് അകലം നീണ്ടുകിടക്കുന്ന അറിവുകൾ കാണുന്നു. അപ്പോൾ അയാളുടെ മനസ്സ് പറയുന്നു, ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്ന്. മൂന്നാമത്തെ 4-1 കടക്കുന്നതോടുകൂടെ അയാൾ അറിവിൻ്റെ ലോകത്തിൻ്റെ വ്യാപ്തിയും വിശാലതയും ശരിക്കും അനുഭവിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സ് തിരിച്ചറിയുന്നത്, ഞാൻ ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല, മറിച്ച് ഇനി അറിയാനുള്ള കാര്യങ്ങളാണ് ഏറെയുള്ളത് എന്ന്. പിന്നെയും ആ സമുദ്രത്തിലേക്ക് എത്തുമ്പോൾ അയാൾ തിരിച്ചറിയുകയാണ്, ഈ സമുദ്രത്തിൽ നിന്ന് എൻ്റെ മേനി നനയാൻ വേണ്ടി വന്ന ഏതാനും ജലകണികകളല്ലാതെ ബാക്കി എത്രയോ അനന്തമായി കിടക്കുകയാണ് അറിവ് എന്ന സാഗരം എന്ന്. വസ്സലാം.